എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കോണ്ടസ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നീറ്റാണ് കേട്ടോ. ഈ ടയർ എന്ന് പറയുന്നത് നല്ല വീതിയുള്ള ടയറായതുകൊണ്ട് നമുക്ക് ആ ചരിഞ്ഞുള്ള പോക്ക് വലുതായിട്ടില്ല. നമ്മൾ ലാൻഡ് ക്രൂസറിൻ്റെ വീഡിയോ ഇട്ടപ്പം കണ്ടാണ് ശോകം പൊന്നോ അമ്മരെ വിളിക്കത്തറിയില്ല. 3-4 തവണ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യല്ലേ ഓവറാക്കരുത്, നീക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നു. എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്രൂവൽ ചെയ്ത് തരും. ചില സമയത്തൊക്കെ മോന്ത നോക്കി ഒന്ന് പൊട്ടിക്കാൻ തോന്നും. ഇത് കണ്ടോ, ഈ ഡസ്റ്റ്ബിൻ്റെ ഈ കളർ അലോയായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷെ അതത്ര പോസിബിൾ അല്ല, കാരണം കളറ് അത്ര നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ അവസാനം ഈ ഗോൾഡൻ കളറാണ് നമ്മൾ വണ്ടി എടുത്തു. നമ്മൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ വണ്ടികൾക്കൊക്കെ ഒരു കൂട്ടായിട്ട് ഒരാളെ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കോൺടാക്ട് നമ്മളിവിടെ എടുത്തുള്ളിയിരിക്കുന്നത്. നോക്കട്ടെ, നമുക്ക് ഈ വണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗൂൾഫ്. അതായത് നമ്മുടെ നാട്ടിൽ പോളോ GT ആണ്, ഇവിടെ ഗൂൾഫാണ്. പക്ഷെ ഗൂൾഫിന് ഇത് സെക്കൻഡ് ഹാൻഡാണ്. ഈ ഗൂൾഫ് ഇവിടെ കിടക്കുന്ന ഗൂൾഫ് സെക്കൻഡ് ഹാൻഡാണ്. എൻ്റെ പ്ലാൻ പ്രകാരം നമ്മളൊരു ഈ നീല കളർ തന്നെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാലും ഇപ്പോൾ നമുക്ക് ഗൂൾഫ് വാങ്ങാനായിട്ടുള്ള നമ്മളിപ്പോൾ ഗൂൾഫ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളത് കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് ഗൂൾഫ് വാങ്ങാം. കാരണം ഇതിനു മുമ്പ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നപ്പം ഗൂൾഫിൻ്റെ ആക്സലറേഷൻ ലേശം കുറവാണ്. അതിൻ്റെ ടർബോയുടെ കംപ്ലൈൻ്റ് ആണ്. പിന്നെ ടർബോ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുമ്പോൾ അത് വന്ന് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ആ വണ്ടി വാങ്ങാം. എന്തായാലും ഇവനങ്ങ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതാണ് 5ാമത്തെ കാറാണ് ഗൈസ്. ഇത് മാനുവലാണ്. ഇവനെ നമ്മൾ ഫുള്ള് പണിയാണ്. അതായത് നമ്മുടെ കയ്യിൽ മര്യാദയ്ക്കുള്ള വണ്ടികൾ കുറച്ചേ ഉള്ളൂ ഗൈസ്. കാരണം നമുക്ക് മൈലേജുള്ള നല്ലൊരു വണ്ടി വേണം. അതാ വൈബ്രേഷനൊക്കെ കുറച്ച് കുറവുള്ള ഒരു നല്ലൊരു വണ്ടിയാണ്. നമ്മൾ ഫുള്ള് പണിയാണ്. നമ്മൾ വണ്ടികളിലൊന്നും സബ് കയറ്റിയിട്ടില്ല, കാരണം അത് കുറച്ച് ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ഡിക്കിയുടെ സ്പേസ് കുറയുമെന്ന്. അത് നമ്മുടെ കയ്യിലുള്ളതൊക്കെ അതായത് നമ്മൾ ഈ കളർ ഫസ്റ്റ് മാറ്റണം. കളർ മാറ്റാണ്ടുമ്പോൾ വണ്ടിക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. കളറൊക്കെ എപ്പോഴും മാറ്റാറില്ല, പക്ഷെ പെർഫോമൻസ് പൈസ പോട്ടെ പവർ വരട്ടെ എന്നാണല്ലോ. അത് പൈസ പോട്ടെ കളർ വരണേ എന്നല്ലല്ലോ. എന്നാലും ടർബോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോരട്ടെ കേസ്. നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഒന്ന് ലോ പ്രൊഫൈൽ വെഹിക്കിളാക്കണം. ഇപ്പം തന്നെ അത്യാവശ്യം താന്നാണ് കേട്ടോ വണ്ടി നിൽക്കുന്നത്. അലോയ് നമുക്ക് നോക്കാം ഗൈസ്. എന്നിട്ട് ടയർ വെളിയിലോട്ട് ഓവർ ബൾജാക്കി നമ്മൾ ഇടുന്നില്ല. ഒരു മിനിമം ഒരിതിലാണ് നമ്മൾ ഇടുന്നത്. മിനിമം ലെവലിൽ അല്ല വേണ്ട, ഈ ലെവലിൽ തന്നെ കിടക്കട്ടെ. ടയർ നമ്മൾ അത് വേണ്ട, പക്ഷെ ടയറില്ല.
പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വീലങ്ങ് കോർണറൊക്കെ ചെയ്ത് ഇത്രയും അത് കുറച്ചും കൂടെ അങ്ങ് ലോ ആക്കാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ വീലൊക്കെ ചരിച്ച് വെക്കുവാണ്. എന്നിട്ട് നമ്മൾ ഇനി ടയർ വെളിയിലോട്ട് ബൾജ് ചെയ്യുമ്പം ബോർഡാണ് കോമഡി. പൊടി ചിരിച്ച് ചോദിച്ച് ചാവട്ടോ. വേണ്ട, എന്നിട്ടാണുള്ള വീഡിയോകൾ പിടിച്ച് ഫൈൻ അടപ്പിക്കാൻ. വണ്ടിന് നീല പെയിൻ അടിക്കാൻ വേണ്ട. ഹൈ 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 ഹൈ. മാറ്റ് ഫിനിഷിങ് നമ്മൾ നിർത്തി ഗൈസ്. ഇപ്പം തന്നെ കുറേ വണ്ടികൾ മാറ്റ് ഫിനിഷിങ്ങിൽ നമ്മുടെ ഒപ്പം അപ്പോൾ സെറ്റായി. അത് വേണ്ട. പെയിൻറ് നമ്മൾ കാരണം എന്താ ലുക്ക് ഇപ്പം. വേണ്ട, വീടിനാ കളർ മതി. സ്പീഡ് കയറണോ കേട്ടോ. ഒരുമാതിരി അവസ്ഥയാണ് കേട്ടോ. ഒരു ചെറിയ പാട്ടുണ്ട്, അത് ചെയ്തിട്ട് കേറുന്നില്ല. അവിടെ അങ്ങനെ പോയി കുടുങ്ങിയ ലാൻഡ് ക്രൂയിസറെല്ലാം പോയി എടുത്തോണ്ട് വരണം കിട്ടും. ആ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിവിടെ ചെറിയൊരു പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട്